ഇനി അടുത്തത് റിഡോക്സ് റിയാക്ഷൻ ക്വസ്റ്റ്യൻസ് കേട്ടോ. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ഇൻ HClO4 ഈസ് HClO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ. നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എന്താ പറയുക ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ആദ്യം നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. ഇപ്പോൾ 2 ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട് ഇതിൽ, ക്ലോറിനും ഓക്സിജനും. പക്ഷേ വി നോ ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഫ്ലൂറിനാണ്. ദ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓക്സിജനാണ്. അത് കഴിഞ്ഞിട്ടേ ക്ലോറിനൊക്കെ വരുള്ളൂ. സോ ഹിയർ ഓക്സിജനാണ് -2. ഓക്സിജനാണ് ആയിരിക്കും നെഗറ്റീവ് ആവേണ്ടത്. ഓക്സിജന് നോർമലി വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ -1 കാണിക്കുന്നത് പെറോക്സൈഡ്സിനും, അതായത് H2O2 Na2O2 എന്നുള്ള കോമ്പൗണ്ട്സിലും, പിന്നെ ഫ്ലൂറിന് കൂടെ വരുമ്പോൾ മാത്രം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജൻ -2 കൊടുക്കുന്നു. ഹൈഡ്രജൻ മീനോ +1. പെറ്റൽസിൻ്റെ കൂടെ മാത്രമേ ഹൈഡ്രജൻ -1 നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ആണ് വരിക. അപ്പോൾ +1 + X + 4 × -2 4 ഓക്സിജൻ = 0. അപ്പോൾ X -8 + 1 = 0. X is equal to -8 and over +8 -1 which is equal to +7. അപ്പോൾ നമ്മുടെ ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട് ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ റെഡ്യൂസിങ് ഏജന്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡാഷ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കറിയാം റെഡ്യൂസിങ് ഏജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹെൽപ്സ് റിഡക്ഷൻ ഓഫ് അനദർ സബ്സ്റ്റൻസ്. അപ്പോൾ അയാൾ അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ. അയാൾക്ക് എന്ത് സംഭവിക്കണം? ഓക്സിഡേഷൻ സംഭവിക്കണം. ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ അയാൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം മക്കളെ? വിട്ടു കൊടുക്കണം. അപ്പോൾ എ റെഡ്യൂസിങ് ഏജന്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ്. എമംഗ് ദ എലമെന്റ്സ് ഫ്ലൂറിൻ ആൻഡ് അയോഡിൻ ഡാഷ് എക്സിബിറ്റ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിനും അയോഡിനും രണ്ടുപേരും ഹാലജൻസ് ആണ്. അതിലൊരാൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ടായിരുന്നു അയോഡിൻ. Fluorine always -1, the most electronegative element in the periodic table. അടുത്തത് permanganate ion MnO4- reacts with bromide ion Br- in basic medium to give MnO2 and BrO3-. Write the balanced equation. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പോവാണ്. റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് മെത്തേഡ് വഴിയാണെന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത്. ഒരു മെത്തേഡ് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡോ, അതായത് അയോൺ ഇലക്ട്രോൺ മെത്തേഡോ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡോ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാണ് റിയാക്ഷൻ. MnO4- റിയാക്ട് വിത്ത് Br- gives MnO2 + BrO3- അല്ലേ? ഇൻ ബേസിക് മീഡിയം. ഇതിന് ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. MnO4 ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ മാംഗനീസ് +7 ഓക്സിജൻ -2 ആണ്. ഇവിടുത്തെ ബ്രോമിൻ്റെ -1 വരും. ഇവിടെ മാംഗനീസ് +4 ഓക്സിജൻ -2 BrO3 ഓക്സിജൻ -2. സോ നമ്മുടെ ബ്രോമിൻ +1. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായി മാംഗനീസ് +7 നിന്ന് +4 സ്റ്റേറ്റിലോട്ട് പോകുന്നു. റിഡക്ഷൻ, മാംഗനീസിന് റിഡക്ഷൻ. ദെൻ Br- -1 സ്റ്റേറ്റിൽ നിന്ന് +5ലേക്ക് പോകുന്നു, ഓക്സിഡേഷൻ. അപ്പോൾ നമുക്ക് അതിനെ 2 സെപ്പറേറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം കേട്ടോ. Br- gives BrO3-. ഇതാണ് നമ്മുടെ ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ദെൻ MnO4- ഇനി ഇവരുടെ മാത്രം എഴുതിയാൽ മതി. വ്യത്യാസം വന്ന ആളുടെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. മാംഗനീസ് +7 നിന്ന് MnO2 ബാക്കി ആദ്യം എഴുതുന്നു +4. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആയിട്ടും റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആയിട്ടും എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താ പറയുക, ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വന്ന ആളുകളുടെ കാര്യം നോക്കാം. 2 സൈഡിലും അവരുടെ എണ്ണം ഈക്വൽ ആണോ നോക്കാം. ഇവിടെ ബ്രോമിനാണ് വ്യത്യാസം വന്ന ഒരാൾ, ഇവിടെയും ബ്രോമിൻ ഒരാൾ. അപ്പോൾ ഓക്കെ. ഇവിടെ മാംഗനീസ് ആണ് വ്യത്യാസം വന്നതിൻ്റെ മാംഗനീസ് ഇപ്പുറത്തും സെയിം. അപ്പോൾ പിന്നെ അത് ഓക്കെയാണ്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാം. ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ വരും. വ്യത്യാസമുള്ള 2 പേരുടെ ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസമുള്ള 2 പേരുടെ എണ്ണം കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ആ ഭാഗം നോക്കണ്ട. ഇനി ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്താൽ മതി. ഓക്സിജനെ സെപ്പറേറ്റ് രണ്ടെണ്ണത്തിന് ബാലൻസ് ചെയ്യും. ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് ഓക്സിജൻ കുറവുള്ളവർക്ക് അത്രയും വാട്ടർ ആഡ് ചെയ്യും.
അപ്പോൾ Br മൈനസ് ഗിവ്സ് Br(O3) മൈനസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ റൈറ്റ് സൈഡിൽ 3 ഓക്സിജൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ല. സോ ഇവിടെ 3H2 ആഡ് ചെയ്യാം. ഒപ്പം ഹൈഡ്രജൻ എണ്ണം ബാലൻസ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ അത് ചെയ്തു പോകും. ഹൈഡ്രജൻ എണ്ണം ബാലൻസ് ചെയ്യാൻ ഹൈഡ്രജന് അനുസരിച്ച് ഇവിടെ H+ അയോൺ ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 6 ഹൈഡ്രജൻ ആണ്. സോ 6H+ ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ ബേസിക് മീഡിയ ആണെങ്കിൽ അത്രയ്ക്കും OH- അയോൺ ആ സൈഡിലും ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലും ചെയ്യുക. സെപ്പറേറ്റ് സ്റ്റെപ്സ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താ ചെയ്തത്? നമ്മൾ ആദ്യം സെപ്പറേറ്റ് ഇക്വേഷനാക്കി മാറ്റി, ഓക്സിഡേഷൻ ഹാഫാക്കി, റിഡക്ഷൻ ഹാഫാക്കി. അത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറിലുള്ള വ്യത്യാസമുള്ള ആളുടെ മാത്രമേ ഇനി നമ്പർ എഴുതിയാൽ മതി. അവരുടെ എണ്ണം രണ്ട് സൈഡിലും തുല്യമാണോ നോക്കുക. തുല്യം അല്ലെങ്കിൽ തുല്യമാക്കണം കേട്ടോ. ഇവിടെ തുല്യമായിരുന്നു, അപ്പോൾ ഒന്നും ചെയ്യുന്നു. ഇനി ചെയ്യാനുള്ളത് ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യുക. ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് ഓക്സിജൻ കുറവുള്ളവർക്ക് അത്രയ്ക്ക് വാട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം വ്യത്യാസം വരും. സോ ഹൈഡ്രജൻ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് അത്രയും H+ അയോൺ ആ സൈഡിൽ ആഡ് ചെയ്യും, കുറവുള്ളവർക്ക്. അപ്പോൾ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ബേസിക് മീഡിയ ആകുമ്പോൾ H+ എത്ര ആഡ് ചെയ്തു അത്ര തന്നെ OH- അവിടെ ആ സൈഡിലും ആഡ് ചെയ്യണം, ഇപ്പുറത്തെ സൈഡിലും ആഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 6H+, 6 OH-, അത് 6 വാട്ടർ ആക്കി മാറ്റാൻ കേട്ടോ. 6OH- plus Br- plus 3H2O gives Br(O3) minus plus 6H2O. ഈ രണ്ട് സൈഡിലും വാട്ടർ ഉണ്ട്, അതൊരു സൈഡിലേക്ക് ആക്കാം, കൂടുതലുള്ളവർക്ക് കൊണ്ടാകുന്നത്. പ്ലസ് 3H2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 3H2. അപ്പോൾ Br- plus 6OH- gives Br(O3) minus plus Br(O3) minus plus 3H2. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കാര്യം റെഡി. അപ്പുറം ഇപ്പുറം എണ്ണമൊക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ 6 ഓക്സിജൻ, ഇവിടെ 6 ഓക്സിജൻ, 6 ഹൈഡ്രജൻ, 6 ഹൈഡ്രജൻ. ചാർജിൻ്റെ കാര്യം ഒന്നും ഇപ്പം ചെയ്യണ്ട കേട്ടോ. ഞാൻ അടുത്തത് മറ്റേ ഇക്വേഷനും കൂടി ഇതേപോലെ സെപ്പറേറ്റ്ലി നമ്മൾ ബാലൻസ് ചെയ്യും. തൽക്കാലം ഞാൻ മുകളിലത്തെ ഇക്വേഷൻ മാറ്റി കേട്ടോ. MnO4- ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, അപ്പോൾ ഇവിടെ 2H2O ആയിരുന്നു കേട്ടോ. MnO4- gives MnO2 plus 2H2O. H+ 4 എണ്ണം ആഡ് ചെയ്യാം, അപ്പം 4 OH- ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ 4H+, 4H+, 4 OH- എന്ന് പറയുമ്പോൾ 4H2O. 4H2O ഇവിടെ 2H2O, അപ്പോൾ ഒരു സൈഡിൽ എടുത്താൽ മതി. അപ്പം MnO4- plus 4H2O അടുത്തേക്ക് 2H2O വരും, ബാക്കി 2H2O gives MnO2 plus 4OH-. ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ എണ്ണം ആഡ് ചെയ്യണം. ഇലക്ട്രോൺ ഈക്വൽ ആക്കാം. നോക്കുക, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ എത്ര മൈനസ് ചാർജാ? OH- ഒരു മൈനസ് ചാർജ്, അങ്ങനത്തെ 4 എണ്ണം. അപ്പോൾ ഇവിടെ 4 മൈനസ് ചാർജ്, ഇവിടെ ഒരു മൈനസ് ചാർജ്. അപ്പോൾ ഇവിടെ 3 മൈനസ് ചാർജിൻ്റെ കുറവുണ്ട്, 3 ഇലക്ട്രോൺ ആഡ് ചെയ്യണം കേട്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യുന്നു. ഇപ്പം അത് നോക്കിയോളൂ, ഇവിടെ 7 മൈനസ് ചാർജ്, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉള്ളൂ. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ആ രണ്ട് ഇക്വേഷനിലും ഇലക്ട്രോൺ എണ്ണം തുല്യാക്കിയിട്ട് വേണം ഇനി നമുക്ക് അവരെ കമ്പൈൻ ചെയ്യാനായിട്ട്. ഇവിടെ 6 ഇലക്ട്രോൺസ്, ഇവിടെ 3 ഇലക്ട്രോൺസ്. ഇതിനെ 6 ആക്കാൻ ഈ ഇക്വേഷൻ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2MnO4- plus 4H2O plus 6 electrons gives 2MnO2 plus 8OH-. ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യാം കേട്ടോ. ഇതിൽ നോക്കാം, ലെഫ്റ്റ് സൈഡ് 6 ഇലക്ട്രോൺ, ഇവിടെ റൈറ്റ് സൈഡിൽ 6 ഇലക്ട്രോൺ കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇനി നമ്മൾ എഴുതാം 2MnO4- plus Br- plus 6OH- plus 4H2O. 6 ഇലക്ട്രോൺസ് എഴുതിയിട്ട് കാര്യം കട്ടായി പോയിട്ടുണ്ട്. പ്ലീസ് 2MnO2 plus Br3- plus 8OH- plus 3H2O. ഇനി ഒരേപോലെയുള്ളതൊക്കെ രണ്ട് സൈഡിലും കിടക്കണം. അപ്പോൾ കൂടെ ഒരു സൈഡിൽ കിടക്കാം കേട്ടോ. ഇവിടെ 6OH- ഇവിടെ 8OH-. അപ്പോൾ ഒരു സൈഡിൽ മതി.
അധികമുള്ളടത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ബാക്കി 2 OH minus. ഇവിടെ 4H2 അവിടെ 3H2 അപ്പോൾ 1H2 ബാക്കി 2MnO4 minus plus Br minus plus H2O gives 2MnO2 plus BrO3 minus plus 2OH minus. ഇപ്പോൾ നോക്കിയാൽ ശരിയായിട്ടുണ്ട്. ഇവിടെ 2 1 3 നെഗറ്റീവ് ചാർജ്, ഇവിടെ 2 1 3 നെഗറ്റീവ് ചാർജ്, എണ്ണമൊക്കെ ബാലൻസ്ഡാണ് കേട്ടോ. ഇതന്നെയല്ലേ ഇതിൻ്റെ ബാലൻസ് ഇക്വേഷൻ ഒന്ന് നോക്കട്ടെ അല്ലേ ടീച്ചർ, നോക്കി വെച്ചിട്ടില്ലേ? 2009 ലാസ്റ്റ് ഇക്വേഷൻ ബാലൻസിങ് 2MnO4 minus plus Br minus plus H2O gives 2MnO2 plus BrO3 minus plus 2OH minus. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയ്ക്കുമാണ്. ടെക്സ്റ്റിൽ അവർ നിങ്ങൾക്ക് ഇപ്പം ഞാനിത് അയച്ചു തരും. ഇതിൽ അവർ ഇട്ടേക്കണത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ടീച്ചർ ചെയ്തു, നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാം. അതും ഒരു വിരോധത്തിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ബാലൻസ് ചെയ്യാൻ പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ സ്റ്റെപ്സ് ഒന്നുകൂടി പറയാം. ആദ്യം എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതിയിടുക. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് കണ്ടിട്ടുണ്ടാവും, വേറൊരാളുടെ ഡിക്രീസ് കണ്ടിട്ടുണ്ടാവും. ഇൻക്രീസ് കണ്ട ആൾ ഓക്സിഡേഷനും ഡിക്രീസ് കണ്ട ആൾ റിഡക്ഷനും സെപ്പറേറ്റ് ചെയ്യുക. അവരെ മാത്രം എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. ആ വ്യത്യാസം വന്ന ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വന്നത് ഇവിടെ മാഗ്നീസിനും ബ്രോമിനും അവരുടെ എണ്ണം 2 സൈഡിലും തുല്യമാവണം. ആയില്ലെങ്കിൽ ആ കറക്റ്റ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി, ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ ഓക്സിജൻ കുറവുള്ളടത്ത് അത്രയും H2 ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഹൈഡ്രജൻ എണ്ണം വ്യത്യാസം വരും. സോ ഒപ്പം തന്നെ ഹൈഡ്രജൻ കുറവുള്ളടത്ത് അത്രയ്ക്കും H+ അയോൺസ് ആഡ് ചെയ്യാം. ഒപ്പം ബേസിക്, അപ്പോൾ ആസിഡ് മീഡിയത്തിലാണെങ്കിൽ അവിടെ വെച്ച് അവസാനിച്ചു. ബേസിക് മീഡിയ ആണെങ്കിൽ H+ എത്ര ആഡ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ OH മൈനസ് 2 സൈഡിലും ആഡ് ചെയ്യണം. മറക്കണ്ട, 2 സൈഡ്. അത് കഴിഞ്ഞ് ഒരേപോലെയുള്ള ആളുകളെയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി 2 ഇക്വേഷൻ ഇപ്പോഴും സെപ്പറേറ്റ് ആണ്. ഇനി ആ 2 ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡിലെ ചാർജുകളും റൈറ്റ് സൈഡിലെ ചാർജുകളും നമുക്ക് നോക്കാം. കുറവുള്ളടത്ത് എത്ര നെഗറ്റീവ് ചാർജ് കുറവുണ്ടോ അത്രയ്ക്കും ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം. ഇനി 2 ഇക്വേഷനും കമ്പൈൻ ചെയ്യുന്നതിന് മുന്നേ ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആക്കണം. അതിനകത്ത് നമ്പർ കൊണ്ട് ഗുണിക്കുക കേട്ടോ, എന്നിട്ട് കമ്പൈൻ ചെയ്യും. ദെൻ അടുത്തത് ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. നമുക്കറിയാം ഇയാൾക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്. സോ ഹിയർ MnO4 minus is the oxidizing agent. അയാൾക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്. മാംഗനീസിന് എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. ഈ സബ്സ്റ്റൻസ് മൊത്തം എഴുതുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള സബ്സ്റ്റൻസുകളാണ് ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റിലേക്ക് വരും. ഈ Br മൈനസ് +1 നിന്ന് +6 പോയി, അല്ല സോറി +5 പോയി. ഇയാൾക്ക് ഓക്സിഡേഷൻ ആണ്. സോ ഇയാളാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ എഴുതാം Br മൈനസ് ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്. ലെഫ്റ്റ് സൈഡിലുള്ള ആളുടെ പേര് എഴുതുന്നത് റൈറ്റ് സൈഡിലേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാളെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാളെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാം കേട്ടോ. അടുത്തത് വേറൊരു കെമിക്കൽ റിയാക്ഷൻ തന്നേക്കുന്നു, അൺബാലൻസ്ഡ് എന്നെ തന്നേക്കുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ അതും ആ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാം കേട്ടോ. Fe2 plus Cr2O7 minus Fe2 plus Cr2O7 minus gives Fe3 plus Cr3 plus. റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനത്തെ ഒരു അയോണിക് ഇക്വേഷൻ ആണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് ആസിഡ് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ എന്ന് പ്രത്യേകം എടുത്ത് പറയണം. ഇപ്പോൾ ഇവരോട് പറയുന്നത് നമ്മുടെ ആസിഡ് മീഡിയത്തിലാണ്. ഇതിനെ നമുക്ക് ആദ്യം ബാലൻസ് ചെയ്യാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കാരണം തൊട്ട് മുന്നേ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ടീച്ചർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വയ്ക്കും. എല്ലാവരും ഓക്സിഡേഷൻ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതുന്നത് 2 ഇയാളുടെ തന്നെ ആയതാണ്, വീണ്ടും എഴുതുന്നില്ല. ഇയാളെ നോക്കുക, ഓക്സിജൻ -2, അപ്പോൾ -14. അപ്പോൾ ക്രോമിയത്തിന് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് കണ്ടൊന്നുമില്ല. 2x പ്ലസ് -14 ഈക്വൽ ടു -2. മൊത്തം ചാർജ് -2. 2x ഈക്വൽ ടു +14 -2 +12. അപ്പോൾ x ഈക്വൽ ടു +6. അപ്പോൾ ക്രോമിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയും മക്കളെ +6. അപ്പോൾ ക്രോമിയത്തിന് റിഡക്ഷൻ ഇതാക്കും ഇങ്ങനെ ആരോ പറഞ്ഞു. ഇതിന് താഴെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ്ഡ് ബൈ 3 units per atom
ഇങ്ങനെ അങ്ങനെ എഴുതുന്നത് പറയും. ഇവിടെ 2 ക്രോമിയം മാറ്റമുണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസം വന്ന ആളുടെ എണ്ണം ഒന്നിൽ കൂടുതലാണെങ്കിൽ പെർ ആറ്റം എന്ന് പറഞ്ഞു എഴുതണം. ഒരു ക്രോമിയം ആറ്റത്തിന് 3 യൂണിറ്റ് കുറയുന്നു. അപ്പോൾ ടോട്ടൽ കുറവ് എത്രയാണ്? 2 ക്രോമിയം ആറ്റത്തിനുള്ള കുറവ് 6 യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ ഡിക്രീസ് എഴുതാം. ടോട്ടൽ ഡിക്രീസ് 6 യൂണിറ്റ്സ്. ഇൻക്രീസ് കാണിക്കാം. Fe2 plus Fe3 plus. ഇവിടെ എഴുതാൻ സ്ഥലങ്ങളിലേക്ക് ഇവിടെ എഴുതാം. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ബൈ 1 യൂണിറ്റ് പെർ ആറ്റം എഴുതേണ്ട. അവിടെ ഒരാൾ എഴുതും 1 യൂണിറ്റ്. ഇനി ഓക്സിഡേഷൻ നമ്പറിലുള്ള വ്യത്യാസം നമുക്ക് 2 സൈഡിലും തുല്യമാക്കണം. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതും കൂടിയതും ഈക്വൽ ആക്കണം. അതിന് നോക്കാം. ഇവിടെ 1 യൂണിറ്റും ഇവിടെ 6 യൂണിറ്റും. ഇയാളെ 6 കൊണ്ട് ഗുണിക്കാം. 6 Fe2 plus Cr2O7 2 minus gives Fe3 plus Cr3 plus. ഇനി ചെയ്യുന്നത് ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ബാക്കിയുള്ളവരുടെ എണ്ണം 2 സൈഡിലും തുല്യമാക്കാം. ഇവിടെ 6 അയണാണ്, അപ്പോൾ കൂടി മാറില്ല. ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കോഎഫിഷ്യൻ്റ് ആയിട്ട്. ഇവിടെ 2 ക്രോമിയം, അപ്പോൾ 2 ക്രോമിയം. അത്രയും ചെയ്യും. ഇനി നമ്മൾ ഇതിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യണം. ഇവിടെ നോക്കുക, 2 പോസിറ്റീവ് ചാർജുള്ള 6 ആണ്. 12 പോസിറ്റീവ് ചാർജ്, 2 നെഗറ്റീവ് ചാർജ്. 12 - 2 10 പോസിറ്റീവ് ചാർജ്. അപ്പുറത്തും അത് തന്നെയാണ് കേട്ടോ. ഇവിടെ 18 പോസിറ്റീവ് ചാർജ്, 6 പോസിറ്റീവ് ചാർജ്, 24 പോസിറ്റീവ് ചാർജ്. ഇനി നമ്മൾ ആസിഡ് മീഡിയാണോ ബേസിക് മീഡിയാണോ നോക്കണം. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ 10 പോസിറ്റീവ് ചാർജ്, ഇവിടെ 24 പോസിറ്റീവ് ചാർജ്. 2 സൈഡും തുല്യാക്കണം. റിയാക്ഷൻ ഏത് മീഡിയത്തിലാണോ നോക്കുക. ആസിഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ആസിഡ് മീഡിയത്തിൽ ചാർജ് തുല്യാക്കാനായിട്ട് അയോണുകളുടെ ചാർജ് തുല്യാക്കാൻ H+ ആഡ് ചെയ്യാം. ഒരു H+ ആഡ് ചെയ്ത് 1 പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ 10 പോസിറ്റീവ് ചാർജ്, ഇവിടെ 24 പോസിറ്റീവ് ചാർജ്, ഇവിടെ 14 H+ ആഡ് ചെയ്യും. അപ്പോൾ 6 Fe2 plus Cr2O7 2 minus plus 14H plus gives 6 Fe3 plus 2 Cr3 plus. അപ്പോൾ ഇനി ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാം. ഓക്സിജന്റെ എണ്ണം കുറവുള്ളവർക്ക് അത്രയ്ക്കും വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യും. ഇവിടെ 7 ഓക്സിജൻ ആണ്, സോ ഇവിടെ 7H2. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ചാർജ് ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും, എണ്ണം ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി സ്റ്റെപ്സ് പറയാം. ആദ്യം എല്ലാവരുടെ ഓക്സിഡേഷൻ നമ്പർ എഴുത്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴിയും ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴിയും നമുക്ക് ഒരു റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാം. 2 ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാം, ഈച്ച് ആൻഡ് എവറി എലമെന്റ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പറയാം കേട്ടോ. 2 പേരുടെ ഓക്സിഡേഷൻ നമ്പർ എത്ര യൂണിറ്റ് വീതം വ്യത്യാസം വന്നു എന്ന് എഴുതാം. ഒന്നിൽ കൂടുതൽ ആറ്റം ഉണ്ടെങ്കിൽ പെർ ആറ്റം എഴുതിയിട്ട് ടോട്ടൽ ഡിക്രീസ് ടോട്ടൽ ഇൻക്രീസ് എഴുതണം. ഇനി ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പറിലുള്ള ഡിക്രീസും ഓക്സിഡേഷൻ നമ്പറിലുള്ള ഇൻക്രീസും ഈക്വൽ ആക്കാൻ അതാത് ഫോർമുലേനെ ആ നമ്പർ കൊണ്ട് ഗുണിച്ച് ഈക്വൽ ആക്കുക. അയാളെ മാത്രം ആ ഫോർമുല മാത്രം. അത് കഴിഞ്ഞ് ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിൻ്റെ എണ്ണം 2 സൈഡും തുല്യാക്കാൻ അതാത് ഫോർമുലേനെ ആ നമ്പർ കൊണ്ട് ആവശ്യമുള്ള നമ്പർ കൊണ്ട് ഗുണിക്കുക. ദെൻ ആസിഡ് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ നോക്കാം. ഇവിടെ ആസിഡ് മീഡിയ എന്ന് പറഞ്ഞു. ആസിഡ് മീഡിയത്തിലാണെങ്കിൽ 2 സൈഡിലെയും അയോണുകളുടെ ചാർജ് തുല്യാക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അയോണുകളുടെ ചാർജ് തുല്യാക്കാൻ അത്രയ്ക്കും H+ അയോൺസ് ആഡ് ചെയ്യാം. പോസിറ്റീവ് ചാർജ് കുറവുള്ളൂ. അത് കഴിഞ്ഞ് ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യാൻ അത്രയ്ക്കും വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യാം കുറവുള്ള സ്ഥലത്ത്. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെയുണ്ട്. ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. നോക്കിക്കോളൂ. ഇയാൾക്കാണ് ഇവിടെ ഓക്സിഡേഷൻ Fe2 plus Fe3 plus. ഇയാൾക്ക് ഓക്സിഡേഷൻ, സോ ഇയാളാണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ Fe2 plus is the reducing agent. ക്രോമിയം +6 +3. അപ്പോൾ ഇയാൾക്കാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്, സോ ഇയാളാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ പറയാം റെഡ്യൂസിങ് ഏജന്റ് ഈസ് Fe2 plus ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് Cr2O7 2 minus. Cr എന്ന് മാത്രം പറഞ്ഞു നിൽക്കരുത് കേട്ടോ. Cr2O7 2 minus. ദെൻ അടുത്തത് a farmer prepared 1% solution of copper sulfate iron rod as the stirrer for preparing Bordeaux mixture. നമ്മുടെ തെങ്ങിനൊക്കെ തെളിക്കുന്ന കീടനാശിനിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ബോർഡോ മിക്സ്ചർ. തുരിശ് ലായനിയിലാണ് അത് ചെയ്യുക. തുരിശ് ലായനിയാണ് അതിന് മെയിൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയത്.
ബ്ലൂ കളർ സൊല്യൂഷൻ ആയിരുന്നു. എന്നിട്ട് അത് ഇളക്കാനായിട്ട് അയാൾ ഒരു ഇരുമ്പിൻ്റെ പോലെ എടുത്തിരുന്നു. അയൺ റോഡാണ് എടുത്തത്. നെക്സ്റ്റ് ഡേ ഹി നോട്ടീസ്ഡ് ദാറ്റ് ദ ബ്ലൂ കളർ ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ്. അയാൾ കലക്കി വെച്ചപ്പോൾ നല്ല ബ്ലൂ കളറായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തെളിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് വൈറ്റ് കളറായി മാറി. അതിൻ്റെ ഒപ്പം അയൺ ഇളക്കിക്കൊണ്ടിരുന്ന അയൺ റോഡിൻ്റെ അറ്റത്ത് ബ്രൗൺ ഡെപ്പോസിറ്റ്, റെഡിഷ് ബ്രൗൺ ഡെപ്പോസിറ്റും കണ്ടു. എന്തുകൊണ്ടാണ് കളർ ചേഞ്ച് ഉണ്ടായത്? അതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം പറയാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് അദ്ദേഹം എടുത്തിരുന്നത്. CuSO4 അല്ലെങ്കിൽ Cu2+ എടുത്താൽ മതി. CuSO4 അല്ലെങ്കിൽ CuSO4 തന്നെ എഴുതാം. അതിലേക്ക് അദ്ദേഹം ഇട്ടത് അയൺ റോഡാണ്. അപ്പോൾ വേണമെങ്കിൽ CuSO4 തന്നെ എഴുതാം കേട്ടോ. CuSO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. CuSO4 ബ്ലൂ സൊല്യൂഷൻ. അതിലേക്ക് അയൺ റോഡ് ആഡ് ചെയ്തു ഇളക്കാനായിട്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് കോപ്പർ +2 മാറിയിട്ട് അതിലെന്തായി മാറി? കോപ്പർ. ഒപ്പം അയൺ ഫെറസൾഫേറ്റും ആയിട്ട് മാറിയിട്ടാണ്. ഇവിടെ കോപ്പർ റെഡ് കളറാണ് നമുക്കറിയാം. ഈ കോപ്പർ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ അവിടെ കണ്ടത്. ഇത് ബ്ലൂ കളറായിരുന്നു. ഫെറസൾഫേറ്റിന് ലൈറ്റ് കളറാണ്. ലൈറ്റ് കളർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് വൈറ്റ് പോലെയാണ്. അതാണ് ആ ബ്ലൂ കളർ ഡിസപ്പിയർ. ഫെറസിന് കളറുണ്ട്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. പക്ഷെ അത് കാണാത്തത് ഇതുകൊണ്ടാണ്. ഡൈല്യൂട്ട് ലൈനിങ്ങിലൊന്നും ആ കളർ കാണണേ ഇല്ല, വളരെ ലൈറ്റാണ്. അതേസമയം കോപ്പർ സൾഫേറ്റ് ശരിക്കും ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ റിയാക്ഷൻ. കോപ്പർ സൾഫേറ്റ് ചെയ്ത Cu2+ അയോൺ റെഡ്യൂസ് ചെയ്ത് കോപ്പറായി. ആ കോപ്പറാണ് കോപ്പർ വയറിൻ്റെ ഒക്കെ കളറില്ലേ, ചെമ്പിൻ്റെ കളർ. അതാണ് ആ അയൺ റോഡുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത റെഡിഷ് ബ്രൗൺ കളർ. ദെൻ ഇത് റെഡോക്സ് റിയാക്ഷൻ ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇയാൾ 0 +2 പോയി ഓക്സിഡേഷൻ. ഇയാൾ +2 0 പോയി റിഡക്ഷൻ. ഒരാൾക്ക് റിഡക്ഷൻ ഒരാൾക്ക് ഓക്സിഡേഷനും സംഭവിച്ചു. സോ അത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്തത് വീണ്ടും ബാലൻസ് ദ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, Fe2++ Cr2O7 വെച്ചിട്ടുള്ള ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞു. അവർ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാനോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യാനോ പറഞ്ഞു. നിങ്ങൾ ഒരു മെത്തേഡേ പഠിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് വെച്ച് ബാലൻസ് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചിലപ്പോൾ ആ മെത്തേഡ് അല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു അരമാർക്കൊക്കെ കുറച്ചൊന്നും വരാം. എങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് പോവില്ല, 100%. കാരണം അവസാനത്തെ ബാലൻസ്ഡ് ഇക്വേഷന് നല്ല മാർക്കുണ്ട്. ഇപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ബാലൻസ്ഡ് ഇക്വേഷൻ തെറ്റാണ്ട് എഴുതി 2 മാർക്ക് കൊടുത്തോളം പറയും. ഒപ്പം എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കറക്റ്റ് എഴുതണം. ഓക്സിഡൈസ്ഡ് ആരാണ്, റെഡ്യൂസ്ഡ് ആരാണ്, അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, സ്റ്റെപ്സും ഉണ്ടെങ്കിൽ അത് ഏത് മെത്തേഡാണെന്ന് നോക്കിയിട്ട് മാർക്ക് അധികം കളയാറില്ല. എന്ന് വെച്ചിട്ട് തെറ്റി എഴുതാനല്ല ടീച്ചർ പറയണേ. റിഡോക്സ് റിയാക്ഷന് നിങ്ങൾക്ക് ഒരു മെത്തേഡേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മെത്തേഡ് പഠിക്കാം. എന്നിട്ട് ഏത് മെത്തേഡ് ചോദിച്ചാലും അത് വെച്ചിട്ട് എഴുതുള്ളൂ എന്ന് തീരുമാനം എടുത്ത് എഴുതും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് ഒരു ഡാനിയൽ സെല്ല് തന്നിട്ടുണ്ട്, ഒരു പടം വരച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ്, ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലെ ബീക്കറിൽ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, റൈറ്റ് സൈഡിലെ ബീക്കറിൽ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. 2 ബീക്കറിലെയും കണക്ട് ചെയ്യാനായിട്ട് സൊല്യൂഷൻസിനെ കണക്ട് ചെയ്യാൻ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഈ 2 സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും കണക്ട് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ വയർ ത്രൂ എ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. As the reaction proceeds in the cell, one of the metal rods gets dissolved. Adara gets dissolved zinc, and other metal get deposited. Adara deposited on a copper. Which metal is being deposited? Deposited on the copper. This is Daniel cellular reaction. Zinc plus copper sulfate solution. Zinc sulfate plus copper. Here separated, zinc gives zinc 2+ plus 2 electrons. I think I need to go zinc ionite. Line is the copper 2+ ion, copper ion deposited plus 2 electrons. Gives copper. No mixture separate equation. അപ്പോൾ ഇതാണ് ഒരു ബീക്കറിൽ ലെഫ്റ്റ് സൈഡിലെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് 2+ അയോണായിട്ട് മാറും. ദെൻ അപ്പുറത്ത് കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺ എക്സ്റ്റേണൽ വാൾക്കും കൂടെ വരുന്ന 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഡാനിയൽ സെല്ല് റിയാക്ഷൻ കേട്ടോ. അപ്പോൾ ആരാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾ? കോപ്പർ. ഐഡന്റിഫൈ ദ മെറ്റൽ വിച്ച് ആക്ട് ആസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. അതിലൂടെ ആർക്കും ഓക്സിഡേഷൻ സംഭവിച്ചെന്ന് നോക്കിയ മക്കളെ, സിങ്കിന് ഓക്സിഡേഷൻ, കാരണം 0 ഒന്ന് +2ലേക്ക് പോകും. സോ സിങ്ക് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് Cu2+ Cu ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ ഇയാളെടുത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ചോദിക്കൂ കേട്ടോ. Copper 2+ is the oxidizing agent and zinc is the reducing agent. Write the chemical equation നമ്മൾ എഴുതും. Then how are oxidation and reduction related to oxidation number? Oxidation numberന്റെ ടേംസിൽ എങ്ങനെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഡിഫൈൻ ചെയ്യാം? Oxidation is a process in which the oxidation number of an element increased in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഓക്സിഡേഷൻ. If there is a decrease in oxidation number, ആ element undergoes reduction. Electrons in terms ആണെങ്കിൽ the substance which loses electrons get oxidized. Substance which gains electrons gets reduced. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ടേംസിലും കഴിഞ്ഞു, ഇലക്ട്രോണിൻ്റെ ടേംസിലും പറഞ്ഞു. ഓക്സിജൻ്റെ ടേംസിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ. ഹൈഡ്രജൻ്റെ ടേംസിൽ addition of hydrogen reduction, removal of hydrogen oxidation. Then അടുത്തത്, during a group discussion one of your friends argues that thermal decomposition of KClO3 is a redox reaction while that of CaCO3 is not. അത് ശരിയാണോ എന്ന് നിങ്ങൾ പറയാനായിട്ട്. KClO3 ഡീകമ്പോസ് ചെയ്യുന്ന ഇക്വേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് ഒരു കൂടി ബാധിക്കുന്നു. ശരിയാണോ നോക്കാം. KClO3 ഡീകമ്പോസ് ചെയ്താൽ നമുക്കറിയാം പൊട്ടാസ്യം ക്ലോറൈഡും O2 ആണ് കിട്ടും. ബാലൻസ് ചെയ്യും. 2 KClO3 gives 2 KCl + 3. നോക്കാട്ടോ നമുക്ക്. ഇവിടെ ഓക്സിജൻ -2, പൊട്ടാസ്യം +1, KClO3 ആണ്. അപ്പോൾ നമ്മുടെ ഇയാൾ +5 സ്റ്റേറ്റ്, എന്നാലല്ലേ ശരിയാവുള്ളൂ. -6. ഇവിടെ പൊട്ടാസ്യം +1, ക്ലോറിൻ അഗെയിൻ ക്ലോറിൻ ഇവിടെ -1, ഇവിടെ ഓക്സിജൻ 0. നോക്കിയേ, ക്ലോറിൻ +5 -1ലേക്ക് താഴ്ന്നു. അപ്പൊ ക്ലോറിനിവിടെ എന്താ സംഭവിച്ചേ? റിഡക്ഷൻ. ഓക്സിജൻ -2 0ലേക്ക് ഉയർന്നു. ഇയാൾക്ക് എന്താ സംഭവിച്ച? ഓക്സിജൻ. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറും ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറും വ്യത്യാസം വന്നതുകൊണ്ട് അത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ദെൻ ചോദിച്ചത് കാൽസ്യം കാർബണേറ്റ്, CaCO2 ഓൺ ഹീറ്റിംഗ് CaO + CO2. നോക്കാം. -2 -6, then carbon +4, calcium +2. ശരിയല്ലേ? then ഇവിടെ again -2, calcium +2, CO2. ഇയാൾ +4, ഇയാൾ -2. വ്യത്യാസം വന്നു നോക്കിയേ. കാൽസ്യം ഇവിടെയും +2, ഇവിടെയും +2. കാർബൺ ഇവിടെയും +4, ഇവിടെയും +4. ഓക്സിജൻ ഇവിടെയും -2, അവിടെയും -2. So no change in oxidation number. So CaCO3 ketone equation not a redox reaction. While പൊട്ടാസ്യം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ആവുകയും വേറൊരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആവുകയും ചെയ്തുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ. ആ കുട്ടി പറഞ്ഞ് ശരിയാണ്. ദെൻ അടുത്ത് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. FeO ഒന്നുമില്ല, അതിലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മെറ്റൽ റോമൻ ന്യൂമറൽസിൽ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. നമുക്കറിയാം ഓക്സിജൻ -2, സോ അയൺ +2. അപ്പോൾ Fe2O ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് MnO2, മാംഗനീസ് +4, ഓക്സിജൻ -2, Mn4O2 റോമൻ ന്യൂമറൽസിൽ ബ്രാക്കറ്റിൽ കൊടുക്കാട്ടോ. അതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഒരു ഫോർമുല തന്നാൽ അതിൽ ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് മെറ്റലിൻ്റെ സിമ്പിൾ കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽസിൽ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ. അടുത്തത് ഇത് വീണ്ടും ഗാൽവാനിക് സെൽ തന്നെയാണ്. റൈറ്റ് ദ റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ് വെൻ മെറ്റാലിക് കൊബാൾട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ എ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. അയോണിക് ഇക്വേഷൻ മതി. മെറ്റാലിക് കൊബാൾട്ട് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ കേട്ടോ. കൊബാൾട്ട് സിങ്ക് എന്ന് പറയുന്ന പോലെ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ Na2+ gives CO2+ Ni. നമ്മൾ സിങ്കും കോപ്പറും എഴുതുന്ന പോലെ തന്നെ. ദെൻ അടുത്തത്
ഇൻ ദ റിയാക്ഷൻ അവരൊരു റിയാക്ഷൻ തന്നിരിക്കുന്നു. PB പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4 പ്ലസ് 2H2O. ചോദിച്ചിരിക്കുന്ന 4 ക്വസ്റ്റ്യൻ. സബ്സ്റ്റൻസ് ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്. ആരാണ് ഓക്സിഡൈസ് ചെയ്തത്? ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്. ആരാണ് റെഡ്യൂസ് ചെയ്തത്? ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഐഡന്റിഫൈ ദ റെഡ്യൂസിങ് ഏജന്റ്. നമുക്ക് നോക്കാം ഓക്സിഡേഷൻ നമ്പർ എഴുതിയാലേ അത് കിട്ടുള്ളൂ. ഇവിടെ ലെഡ് 0, ഇവിടെ ഓക്സിജൻ -2, സോ ലെഡ് +4. ഇവിടെ ഹൈഡ്രജൻ +1, സൾഫർ +6, ഓക്സിജൻ -2. ഇവിടെ നോക്കിക്കോളൂ. SO4 അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടാൽ മതി. SO4 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരുമിച്ച് നിന്നോട്ടെ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എഴുതുന്നു. SO4 ഒരുമിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ SO4 ഒരുമിച്ച് എടുക്കുമ്പോൾ ലെഡ് +2, പിന്നെ ഇയാൾ -2, ഇയാൾ +1. ഓക്കെ. അപ്പോൾ നോക്കിയേ മക്കളെ, ഇവിടെ ലെഡ് 0 എന്ന് +2ലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ലെഡ് +4 എന്ന് +2ലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇയാൾ വർദ്ധിച്ചത് കാരണം ഇയാൾക്ക് ഓക്സിഡേഷൻ. സോ ഇയാൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ഇയാൾക്ക് +4 ന്ന് +2 റിഡക്ഷൻ. സോ ഇയാൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ PbO2 is the oxidizing agent and Pb is the reducing agent. Pb undergoes oxidation and PbO2 undergoes reduction. Then അടുത്തത് calculate the oxidation number of chromium in Cr2O3. Cr2O3 ൽ ക്രോമിയത്തിന്റെ oxidation number of oxygen -2, ക്രോമിയത്തിന്റെ x എന്ന് എടുക്കാം. x into 2 2x plus 3 into -2 -6 equal to 0. 2x is equal to +6, x is equal to +3. വേറൊരാളുടെ കൂടി ചോദിച്ചിട്ടുണ്ട്. സൾഫർ ഇൻ H2SO4, ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. അപ്പോൾ ഇയാണ് x +1 into 2 +2 +6 -4 into 2 -8 is equal to 0. x is equal to -8 and +8 +2 -2 +6. അപ്പോൾ അതും കഴിഞ്ഞു. അടുത്തത് ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ തന്നിരിക്കണം. ഡിസ്പ്രപ്പോർഷനേഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്, അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, അല്ല കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഡിസ്പ്രപ്പോർഷനേഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അതിൽ സെയിം എലമെൻറ്റിന് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സെയിം എലമെൻറ്റിന് ഓക്സിഡേഷനും അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കും? റിഡക്ഷനും സംഭവിക്കും. സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എക്സാമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. P4 plus 3OH minus plus 3H2O gives PH3 plus 3H2PO2 minus. Oxidation number എഴുതി നോക്കിയാലേ അറിയുള്ളൂ. P4 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. OH മൈനസ് ആണ് നമുക്കറിയാം. ഇയാൾ -2, ഇയാൾ +1 ഹൈഡ്രജൻ +1 -2. PH3 നമുക്കറിയാം ഹൈഡ്രജൻ +1, സോ ഫോസ്ഫറസ് -3. ഇവിടെ ഓക്സിജൻ -2, ഇയാൾ +1. അപ്പോൾ നമ്മുടെ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ കണ്ടോ. +1 into 2 +2 plus x -4 equal to total charge -1. x is equal to -1 -4 and +4 +2 and -2 +1. ഇവിടെ ഫോസ്ഫറസ് +1. നോക്കൂ മക്കളെ, ഇവിടെ ഫോസ്ഫറസ് 0 ആയിരുന്നു ലെഫ്റ്റ് സൈഡിൽ. ആ 0 ഒന്ന് -3ലേക്ക് താഴ്ന്നു. സോ അയാൾക്ക് റിഡക്ഷൻ ഉണ്ട്. 0 ആയിരുന്ന ആൾ +1ലേക്ക് ഉയർന്നു, അയാൾക്ക് ഓക്സിഡേഷൻ. അപ്പോൾ സെയിം എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും. അതുകൊണ്ട് ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ക്വസ്റ്റ്യൻ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഐഡന്റിഫൈ ദ എലമെന്റ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ആർക്കാണ് ഇവിടെ അങ്ങനെ സംഭവിച്ചത്? ഫോസ്ഫറസിന്. അടുത്തത് റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. നിക്കൽ ടു സൾഫേറ്റ്. ഇതങ്ങനെ തന്നിരിക്കാം. നിക്കൽ ടു സൾഫേറ്റ്. നിക്കലിന്റെ സിംബൽ എഴുതാം Ni. സൾഫേറ്റിന് നമുക്കറിയാം സൾഫൂർ. അടുത്ത tin 4 oxide. tin 4 oxide SnO2. 4 വരണമെങ്കിൽ +4 വേണ്ടേ? അപ്പോൾ അതിന്
അടുത്തത് ഫ്ലൂറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആസ് ഗിവൺ ബിലോ. H2O plus F2 gives HF plus HOF. Question. Justify that this is a redox reaction. നോക്കാം, ഒരാൾക്ക് ഓക്സിഡേഷൻ ഒരാൾക്ക് റിഡക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫ്ലൂറിൻ ഇവിടെ 0, ഇവിടെ ഫ്ലൂറിൻ -1, ഇവിടെ ഫ്ലൂറിൻ -1. ഫ്ലൂറിൻ മാറ്റം വരില്ല എന്തായാലും. ഓക്സിജൻ ഇവിടെ -2, ഇവിടെ ഓക്സിജൻ പ്ലസ് ഓക്സിജൻ H2O -2, ഹൈഡ്രജൻ +1, ഫ്ലൂറിൻ -1, അപ്പം 0 ആയിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പം നോക്കാം, ഓക്സിജൻ -2 0ലേക്ക് പോയി റിഡക്ഷൻ. ഫ്ലൂറിൻ -2 0ലേക്ക് പോയി ഓക്സിഡേഷൻ. ഫ്ലൂറിൻ 0 -1ലേക്ക് പോയി ഫ്ലൂറിൻ്റെ റിഡക്ഷൻ. സോ അയാളുടെ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് നമുക്കറിയാം. ദെൻ അടുത്ത യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട് HAuCl4. ഇതിൽ നിങ്ങൾ എഴുതുമ്പോഴേ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ തന്ന കാരണം ഇങ്ങനെ എഴുതിക്കോട്ടാ, നമ്മുടെ സ്റ്റോക്ക് നൊട്ടേഷൻ പോലെ എഴുതിക്കോ SN4. അതേപോലെ നമ്മൾ നേരത്തെ അതേപോലെ FeO ആയിരുന്നു തന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നെ എഴുതിക്കോട്ടാ ഫോർമുല ചോദിക്കുന്നു. അല്ല, ഇത് NiSO4 ആയിരുന്നു. അപ്പം Na2SO4 ഓക്സിഡേഷൻ നമ്പർ തന്ന കാരണം അങ്ങനെ തന്നെ എഴുതിക്കോട്ടാ. അടുത്ത HAuCl4. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മെറ്റലിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽസിൽ എഴുതും HAuCl4. നമുക്കറിയാം ക്ലോറിൻ -1, അപ്പോൾ -4. ഇയാൾ ഹൈഡ്രജൻ +1, അപ്പോൾ നമ്മുടെ ബോൾഡ് ഇവിടെ എത്രയാണ് +3, എന്നാലും 0 ആകും. HAu3Cl4 ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ കേട്ടോ. MnO2 നേരത്തെ എഴുതില്ല, MnO2 മാംഗനീസ് +4 ആണ്. സോ Mn4O2 ഇങ്ങനെ എഴുതണമെങ്കിൽ സ്റ്റോക്ക് നൊട്ടേഷൻ. അതിലുള്ള മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതാം, അത് റോമൻ ന്യൂമറൽസിൽ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ. ഡിഫൈൻ ദി ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ. ടീച്ചർ നേരത്തെ പറഞ്ഞു, ഓക്സിഡേഷൻ മീൻസ് എ സബ്സ്റ്റൻസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇഫ് എ സബ്സ്റ്റൻസ് loses its electrons it gets oxidized. If it gains electron it gets reduced. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്സിഡേഷനും ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ റിഡക്ഷനും. ഇനി വീണ്ടും ഒരു റിയാക്ഷൻ അവർ ഇക്വേഷൻ അവർ തന്നിരിക്കണം, അതിലത്തെ ഓക്സിഡൈസറും റെഡ്യൂസറും. ഓക്സിഡൈസർ തന്നെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസർ തന്നെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇതാണ് ഇക്വേഷൻ കേട്ടോ. 2Na + Cl 2 gives 2NaCl. നോക്കിക്കോളൂ, സോഡിയം 0, ക്ലോറിൻ 0, സോഡിയം +1, ക്ലോറിൻ -1. ക്ലോറിൻ 0 -1ലേക്ക് പോയി റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ താഴ്ന്നു. സോ അയാൾ കൊടുത്ത ഓക്സിഡൈസർ അഥവാ ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോഡിയം 0 +1ലേക്ക് പോയി, ഇയാൾക്ക് ഓക്സിഡേഷൻ വർദ്ധനവല്ല. സോ ഇയാളുടെ റെഡ്യൂസർ അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അതിനുള്ള നിയമങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഫ്രീ ആയിട്ട് എലമെൻറ്റ് നിൽക്കുകയാണെങ്കിൽ 0 എന്നിട്ട് കൊടുക്കാം. ഇപ്പോൾ കാർബൺ C മാത്രമേ ഉള്ളൂ 0, ഫ്ലൂറിൻ F2 എന്ന് മാത്രമേ ഉള്ളൂ 0, പിന്നെന്താ സോഡിയം Na എന്ന് മാത്രമേ ഉള്ളൂ 0. അപ്പോൾ ഫ്രീ എലമെൻറ്റ്സിനൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0. മൊത്തം എല്ലാവരും ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മ് 0. ഫ്ലൂറിൻ എപ്പോഴും കോമ്പൗണ്ടിൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -1. ഓക്സിജൻ നോർമലി -2. ഫ്ലൂറിൻ്റെ കൂടെ വരുമ്പോൾ മാത്രം പ്ലസ്. പിന്നെ പെറോക്സൈഡുകളിൽ -1. ഹൈഡ്രജൻ മെറ്റലുകളുടെ കൂടെ മാത്രം -1, അല്ലെങ്കിൽ ഹൈഡ്രജൻ എപ്പോഴും +1. മെറ്റലുകൾക്ക് എപ്പോഴും പോസിറ്റീവ്. ആൽക്കലി മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അവർക്ക് എപ്പോഴും +1. സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റൽസ് അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അതായത് മെഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയവർക്കൊക്കെ +2. അലുമിനിയം +3. അങ്ങനെ കുറച്ച് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. ദെൻ അടുത്തത് ഗിവൺ ദ റിഡോക്സ് റിയാക്ഷൻ. അതിൽ വീണ്ടും ആർക്കാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ്, കുറേ നമ്മൾ ചെയ്തതാണ്. ദെൻ അടുത്തത് എമംഗ് ദ ഫോളോയിങ് റിയാക്ഷൻ വിച്ച് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടില്ല ആരാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്, ഞാനിത് അയച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ആകെ എത്രയും ചെയ്യണ്ടോ എല്ലാ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതിയിടാം.
ഒരു ഓക്സിഡേഷൻ നമ്പർ ഒരാളുടെ വർദ്ധിച്ചിട്ടുണ്ടാവണം, ഒരാളുടെ താഴ്ന്നിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ അത് റിഡോക്സ് റിയാക്ഷൻ കേട്ടോ. വീണ്ടും അതുപോലെ തന്നെ ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ്. ദെൻ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, കളർ ചേഞ്ച് എന്താണെന്ന്. കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ 2 ഇട്ട് കൊടുക്കുക. നോക്കാം, കോപ്പർ 0 +2 പോയി, നൈട്രേറ്റ് ഗ്രൂപ്പിന് -1 ആയിട്ട് ചാർജ്. ഇവിടെ സിൽവർ +1 നൈട്രേറ്റ് മൊത്തത്തിന് -1, ഈ മൊത്തം ഗ്രൂപ്പിനായിട്ട് -1. Ag +1 0 പോയി. അപ്പൊ ഇയാൾക്ക് റിഡക്ഷൻ, ഇയാൾക്ക് ഓക്സിഡേഷൻ. അതൊന്നും ചോദിച്ചിട്ടില്ല, ഒരു കളർ ചേഞ്ച് എന്താണ്. കോപ്പർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കളർലെസ് ആയിരുന്നു, വൈറ്റ് ആട്ടോ കളർലെസ്. ഇപ്പൊ കോപ്പർ +2 എന്ന് വെച്ചാൽ എന്താണ്, ബ്ലൂ കളർ. അപ്പൊ കളർലെസ് ആയിരുന്ന വൈറ്റ് ആയിട്ടുള്ള കളർ ഇപ്പൊ എന്തായി മാറി, ബ്ലൂ ആയി മാറി എന്ന് പറഞ്ഞാൽ. ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ടീച്ചർ ഇപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ആൻഡ് ഫോസ്ഫറസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. K2Cr2O0. ഇതിൽ ക്രോമിയത്തിൻ്റെ കാണാൻ ക്രോമിയത്തിന് X കൊടുക്കാം. പൊട്ടാസ്യം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് എപ്പോഴും, ഓക്സിജൻ -2 കൂട്ടാം. +1 × 2, അപ്പോൾ 2 × +1 +2x +7 × -2 -14 = 0. 2x = -14 +2 കൂടി ആകുമ്പോൾ +12, അങ്ങോട്ട് പോകുമ്പോൾ -12, സോറി +12. ഇവിടെ -12 ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ +2. x = +6. Then H2P2O5, അതിന് ഫോസ്ഫറസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ X, ഹൈഡ്രജന് +1 ഓക്സിജന് -2 +2x -10 = 0. 2x = +10 -2 +8. X = +4. കണ്ടുപിടിക്കേണ്ട എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X എന്ന് കൊടുക്കാം. ഓക്സിജന് -2 എന്ന് കൊടുക്കുക, ഹൈഡ്രജന് +1, അങ്ങനെ അറിയാവുന്നവരൊക്കെ എഴുതി വയ്ക്കുക, അപ്പം മറ്റാളെ കിട്ടൂട്ടാ. അടുത്ത് വീണ്ടും ബാലൻസ് ചെയ്യാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഇത്രയാണ് ആ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കണ ക്വസ്റ്റ്യൻ ബാലൻസിങ് ദ റിഡോക്സ് റിയാക്ഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ 4 തരമുണ്ട്. ഒന്ന് അഡീഷൻ ടൈപ്പ്, അതായത് കോമ്പിനേഷൻ ടൈപ്പ് A+B ഗിവ്സ് എ കോമ്പൗണ്ട്. പിന്നത്തെ ഡീകമ്പോസിഷൻ, ഒറ്റ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് വേറെ 2 കോമ്പൗണ്ട്, A ഗിവ്സ് B+C. ദെൻ പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അതിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. ദെൻ പിന്നത്തെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, സെയിം എലമെൻറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. പിന്നെ നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതി. ഇത്രയൊക്കെയാണ് ആ ചാപ്റ്റർ. പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിംഗിൾ റോഡ് ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെ കളർ ചേഞ്ച്. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിക്കുക, ചാപ്റ്റർ ഒന്ന് നോക്കിയാൽ ആ ചാപ്റ്ററും കിട്ടും കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി എന്നോട് ചോദിച്ചോളൂ. ശനി ഞായർ ഇരുന്ന് കെമിസ്ട്രി മാത്രം പഠിക്കുക കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇത് കഴിഞ്ഞിട്ട്.